ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ ബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങൾ നമ്മൾ കഥയിലുമുണ്ടൊരു കാര്യം, സ്റ്റോറി തെറാപ്പിയുടെ ദിവസമാണ്. നമ്മൾ 107ാമത്തെ സെഷനാണ്. സോ ഇന്ന് സ്നേഹതമമാണ് നമ്മളുടെ കഥ പറയുന്നത്. നാം പല പ്രാവശ്യം നമ്മളുടെ ഈ വെബിനാറിൽ കഥകൾ പറഞ്ഞിട്ടുണ്ട്. മനോഹരമായ കഥകളിലൂടെ നമ്മളെ കൊണ്ടുപോകും. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സ്നേഹതമാണ്. സ്നേഹത മാം, യു ആർ വെൽക്കം. സ്നേഹത മുഖം കുറച്ചും കൂടി പൊക്കി വെക്കാമോ പ്ലീസ്? ഫോൺ താത്ത് വെക്കാം. ഫോൺ ഇങ്ങനെ ഇപ്പൊ ശരിയായ ഇങ്ങനെ ഒരു കഥ പറയാൻ അവസരം തന്നതിന് ഷാബു സാറിന് ആദ്യമായി നന്ദി പറയുന്നു. പിന്നെ കഥ കേൾക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാബു സാറിനും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പൊ ആദ്യം ഞാൻ സന്തോഷ് എച്ചിക്കാനത്തിന്റെ ഒരു ആദ്യത്തെ കഥയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കഥ ഇതാണ് പറയാൻ പോകുന്നത്. കാറ്റ് പറഞ്ഞ കഥ എന്നാണ് ഹെഡിങ്. അദ്ദേഹം സ്കൂൾ ജീവിതത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിലെ അധ്യാപകരെ കുറിച്ചും അന്നത്തെ രീതിയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് യുവജനോത്സവത്തെ കുറിച്ച് പറയുന്നു. യുവജനോത്സവത്തിന് ഇന്നത്തേതുപോലെ അത്രയും വലിയ പരിപാടികളൊന്നുമില്ല. പിന്നെ സബ് ജില്ലാതലം ഇല്ല. സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയാൽ ജില്ലയിൽ പോകാം, ജില്ലയിൽ നിന്ന് സ്റ്റേറ്റിൽ പോകാം. അപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് ആരും അങ്ങനൊന്നും പോയിട്ടില്ല. രക്ഷിതാക്കളുടെ മത്സരമൊന്നുമില്ല അന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യുവജനോത്സവത്തിന് അദ്ദേഹത്തിന് ഇതിലൊന്നും ഒരു താല്പര്യവും തോന്നാറില്ല. നാടോടി നൃത്തം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കാണിക്കുന്നത് ഒരു പെൺകുട്ടി ഒരു മീൻകൊട്ടയും കൊണ്ട് ഇങ്ങനെ കയറി വരും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവളുടെ ഭർത്താവ് കടലിൽ പോയിട്ട് തിരിച്ചു വന്നില്ല. അതിൻ്റെ ദുഃഖത്തിൽ അവൾ അവിടെ വീണ് കിടന്ന് കരയും, കടലമ്മയെ ശപിക്കും. സ്ഥിരം നാടോടി നൃത്തം ഇതാണ്. പിന്നെ ഇതുപോലെയുള്ള പരിപാടികളാണ്. അദ്ദേഹം ഇതൊന്നും കാണാൻ താല്പര്യമില്ലാതെ ഇങ്ങനെ സ്കൂളിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് രാജമ്മാഷിനെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം വന്ന് പൂച്ച തൂക്കിയെടുക്കുന്ന പോലെ അദ്ദേഹത്തെയും കൂട്ടുകാരൻ ഗോപിയെയും തൂക്കിയെടുത്ത് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഇവര് വിചാരിച്ച് ഇവരെ ഏതാണ്ട് കുറ്റം ചെയ്തതിന് കൊണ്ടുപോവുകയാണെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തില്ലല്ലോ സാറേ, എന്തിനാ ഞങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ ഇവരെ സ്റ്റാഫ് റൂമിലോട്ട് കൊണ്ടുവന്നപ്പം ഗോപി സാറിനെ കുതിരയങ്ങ് ഓടി. സന്തോഷ് എച്ചിക്കാനത്തിന് ഓടാൻ പറ്റിയില്ല. അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നപ്പോൾ അവിടെ വേറെ 8 പേരിരുന്ന് കഥ എഴുതുകയാണ്. അപ്പൊ പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുവന്നത് കഥ എഴുതാനാ. ഇവിടെ ഈ ഇരിക്കുന്നവന്മാർക്കൊന്നും അക്ഷരം അറിഞ്ഞൂടാ, നിനക്ക് അക്ഷരം അറിയാമല്ലോ, അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഇരുന്ന് എന്ത് എഴുതണമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞൂടാ. അപ്പൊ വിഷയം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹം രാവിലെ സ്കൂളിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങൾ ആലോചിച്ചു. അപ്പോൾ അന്നേരത്തെ അപ്പോൾ ഒരു കാറ്റ് വന്നു. അപ്പൊ ഈ കാറ്റ് വന്നപ്പോൾ രാവിലെ സ്കൂളിലേക്ക് വരുമ്പോഴും ഇതുപോലെ ഒരു കാറ്റ് അടിക്കാറുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഓർത്തു. കഥയുടെ വിഷയമൊക്കെ വിട്ട് ഞാൻ ആ കാറ്റിനോടൊപ്പം നെടുമ്പല്ലിലെ പച്ചപ്പുൽ മൈതാനത്തേക്ക് ഇറങ്ങി. അതുവഴി കിലോമീറ്ററുകൾ നടന്നാണ് ഞാനും ഗോപിയും സ്കൂളിൽ എത്താറുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാൻ വായിക്കുകയാണ്. വരുമ്പോൾ കിളികളോടും മരങ്ങളോടും അണ്ണാനോടും കാട്ടുമുയലുകളോടും ഞങ്ങൾ വർത്തമാനം പറയും. വിശക്കുമ്പോൾ കാരച്ചെടികളോട് അവയുടെ മഞ്ഞപ്പഴങ്ങൾ ചോദിക്കും. കാട്ടുകല്ലിനടിയിൽ ചുരുട്ടപ്പാമ്പുകൾ ഞങ്ങൾ വെച്ചു നീട്ടുന്ന വാഴപ്പിണ്ടികളിൽ പല്ലമർത്തി വിഷത്തിന്റെ നീല നിറം കാണിച്ചു തരും. മൈതാനം കടക്കും മുൻപ് ഒരു കാറ്റ് പതിവായി വന്ന് ഞങ്ങളുടെ ഷർട്ടിലെ വിയർപ്പ് കണങ്ങളെ വീശി ഉണക്കി നെറ്റിത്തടങ്ങളെ തണുപ്പിക്കാറുണ്ട്. ചിലപ്പോൾ എത്താൻ വൈകിയാൽ ഞങ്ങളെ കാറ്റും കാത്തിരിക്കാറുണ്ട്. ഗോപി പലപ്പോഴും സ്കൂളിൽ വരാതെ ആ കാറ്റിന്റെ കൂടെ പോയി വൈകുന്നേരം വരെ അവിടെ തന്നെ അങ്ങോട്ട് കൂടും. ഇനി ഒന്നും നോക്കാനില്ല, വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കാറ്റാണ് എൻ്റെ നായകൻ, പ്രധാന കഥാപാത്രം. അതിൻ്റെ കഥയാണ്
ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. കടലാസിൽ പേന വെച്ച ഒരു കാച്ചങ്ങ് കാച്ചി. എഴുതി തീർക്കാൻ തന്ന സമയം ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു. 2 പേജിൽ കഥ പൂർത്തിയാക്കി പേപ്പർ എടുത്ത് രാജമാഷിന്റെ മുന്നിൽ വെച്ച് ഞാൻ സ്ഥലം വിട്ടു. ഇതെന്ത് കഥ എന്ന രീതിയിൽ മാഷ് എന്നെ നോക്കി. ചിലപ്പോൾ ഇത്ര പോലും പ്രതീക്ഷിക്കാത്തതിന്റെ ഞെട്ടലാണ് ആകാനും മതി. സമ്മാനം മോഹിച്ചുകൊണ്ട് എത്തിയ കഥാകൃത്തുക്കൾ സ്വാഭാവികമായും റിസൾട്ട് അറിയും വരെ ഒരു ടെൻഷൻ കാണുമല്ലോ. എനിക്ക് അങ്ങനത്തെ ടെൻഷൻ ഒന്നും തോന്നിയില്ല. കാരണം ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചല്ലല്ലോ ഇത് എഴുതാൻ പോയത്. സാറ് പിടിച്ചുകൊണ്ട് പോയി, ഞാൻ എഴുതി. ഒരാഴ്ച കഴിഞ്ഞ് സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങി. പതിവ് പോലെ മീൻകാരിപ്പെണ്ണിന്റെ കരച്ചിൽ അവസാനിച്ചതിന് ശേഷം തളം കെട്ടിയ സ്റ്റേജിലേക്ക് കോളാമ്പി മൈക്കിലൂടെ ഒരു അറിയിപ്പ് പൊങ്ങി വന്നു. ഓഫ് സ്റ്റേജ് മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനമാണ്. രാജൻ മാഷിന്റെ ശബ്ദം. കഥാമത്സരം ഹൈസ്കൂൾ വിഭാഗം. 1ാം സമ്മാനം കെ സന്തോഷ് കുമാർ, ക്ലാസ് 9B. ഗോപി ഞെട്ടലോടെ എന്നെ നോക്കി. ഞാൻ അവനെയും. ഞാനൊരു കഥാകൃത്തായിരിക്കുന്നു. ഞങ്ങൾ അവിടെ കിടന്ന് വലിയ വായിൽ ആർത്തു വിളിച്ചുകൊണ്ട് തുള്ളിച്ചാടി. പെട്ടെന്ന് എൻ്റെ കൈകളുടെ സ്ഥാനത്ത് 2 ചിറകുകൾ മുളച്ചു. ഞാൻ ആകാശത്തേക്ക് ഉയർന്നു. സ്കൂൾ എൻ്റെ കാൽ കീഴിൽ ഒരു പൊട്ടുപോലെ ചെറുതായി. ഞാൻ അലിഞ്ഞു, മേഘത്തോടൊപ്പം ചേർന്നു. പക്ഷേ ഫലപ്രഖ്യാപനം നടത്തി സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാജൻ മാഷ് മനസ്സിലാക്കിയില്ല. അദ്ദേഹം ഒരു പേപ്പറും പേനയും കൊടുത്ത് വളർത്തിയത് ഒരു സാഹിത്യ സർപ്പത്തെ ആയിരുന്നു എന്ന്. അന്ന് തന്നെ ഞാൻ 200 പേജുള്ള നോട്ട് ബുക്ക് വാങ്ങി വീട്ടിൽ ചെന്ന് ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതാൻ തുടങ്ങി. റേഡിയോ നാടകങ്ങൾ കേട്ട് അതിൽ നിന്ന് ഉത്തേജിതനായി നാടകങ്ങൾ വേറെയും, ചങ്ങമ്പുഴയെ അനുകരിച്ച് ഗുരുവിൻ്റെ മാതിരി നീണ്ട കവിതകൾ, അപസർപ്പക നോവലുകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരുന്നു. 9 കഴിഞ്ഞ് 10ാം ക്ലാസ്സിലും അത് തുടർന്നു. ആദ്യ വായനയ്ക്ക് തിരുത്തലിനുമായി അത് അത്രയും രാജമാഷിന്റെ കയ്യിലെത്തി. ദിവസവും ഇതിങ്ങനെ വന്നു തുടങ്ങിയതോടെ മാഷിന്റെ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയതായി എനിക്ക് തോന്നി. ഞാനൊരു എഴുത്തുകാരനാണ്. എൻ്റെ ഡിറ്റക്റ്റീവ് നോവലുകൾക്ക് 9-10 ക്ലാസ്സുകളിലെ 4 ഡിവിഷനുകളിലും വായനക്കാരുണ്ടായി. വേറെ പുസ്തകങ്ങളൊന്നും വായിക്കാൻ കിട്ടാത്ത കുട്ടികൾ എൻ്റെ നോവലുകൾ വായിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചു. ഒടുവിൽ പേജുകൾ കീറി നിറയെ അഴുക്കുമായി നോവൽ ബുക്കുകൾ സ്വന്തം കയ്യിൽ തിരിച്ചെത്തുമ്പോൾ അത് ഇത്രയും ആളുകൾ വായിച്ചല്ലോ എന്ന സന്തോഷം എന്നെ ഒരു തൂവൽ പോലെ അടുത്ത കഥയിലേക്ക് എടുത്തുകൊണ്ടുപോയി. രാജൻ മാഷ് ഓരോന്ന് സശ്രദ്ധം വായിച്ച് അഭിപ്രായങ്ങൾ പറയുകയും ആവശ്യത്തിന് തിരുത്തലുകൾ നടത്തി എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അന്ന് ഉച്ചമയക്കത്തിലാണ്ട് കിടന്ന സ്കൂളിന്റെ നീണ്ട ഇടനാഴിയിൽ വെച്ച് രാജൻ മാഷ് എന്നെ കഥയിലേക്ക് തൂക്കിയെടുത്തുകൊണ്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഞാനൊരു എഴുത്തുകാരനാകുമായിരുന്നോ അറിയില്ല. ഇവിടെ കഥ അവസാനിക്കുന്നു. ഇനി അടുത്ത കഥ വായിക്കട്ടെ സാറേ? വായിക്കും. അടുത്ത കഥ ഇപ്പൊ ഒരു ബുക്കർ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞ കഥ ഉണ്ടല്ലോ, ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞ കഥ. ബാനു മുസ്താഖിന്റെ, തെലുങ്കാന്ന് തോന്നുന്നു. അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. അതിലെ ആദ്യത്തെ കഥയാണ് സ്റ്റോൺ സ്ലാബ്സ് ഫോർ ഷെയ്സ്ത മഹൽ എന്നാണ് കഥയുടെ പേര്. അപ്പോ കഥാകൃത്ത് പറയുന്നത് പോലെയാണ് കഥ തുടങ്ങുന്നത്. കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മുജാഹിദിന് ട്രാൻസ്ഫർ. മുജാഹിദ് എന്ന് പറയുന്നത് ഹസ്ബൻഡാണ്. വൈഫിന്റെ പേര് സീനത്ത് പറയുന്ന രീതിയിലാണ് കഥ. സീനത്തിന് ഇപ്പോഴത്തെ സ്ഥലം
തീരെ ഇഷ്ടമല്ല ഇപ്പൊ അവർ താമസിക്കുന്ന സ്ഥലം. അവിടെ ഒരുപാട് വാഹനങ്ങളും നഗരമാണ്. അതുകൊണ്ടാണ് ആ സ്ഥലം അവർക്ക് ഇഷ്ടമല്ല. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വെഹിക്കിൾസ് ദാറ്റ് ആർ മൂവിങ് ഡേ ആൻഡ് നൈറ്റ് ആസ് ഇഫ് കോൺസ്റ്റന്റ് മൂവ്മെന്റ് വാസ് ദ ഗോൾ ഇൻ ലൈഫ് എന്ന മട്ടിലാണ് അവിടുത്തെ വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സഫക്കേറ്റിംഗ് എൻവയോൺമെന്റിൽ നിന്ന് ഒന്ന് മാറിക്കിട്ടുന്നത് സീനത്തിന് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ സ്ഥലം മാറ്റത്തെ അവർ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പുതിയതായിട്ട് പോകുന്നത് കൃഷ്ണരാജസാഗർ ഡാം പ്രോജക്റ്റിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെയുള്ള ഒരു മനോഹരമായ ക്വാർട്ടേഴ്സിൽ അവരെത്തി. അവര് വിവാഹം കഴിഞ്ഞിട്ട് 10 മാസമേ ആയിട്ടുള്ളൂ. ഒരു ദിവസം മുജാഹിദ് സീനത്തിനോട് പെട്ടെന്ന് റെഡിയാകണം, 8 മിനിറ്റിനുള്ളിൽ റെഡിയാകണം, നമുക്കൊരു സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സീനത്ത് ചോദിച്ചു, എവിടെയാണെന്ന് എനിക്കൊന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. ഇഫ്തിഖർ അഹമ്മദ് എന്നാണ് സുഹൃത്തിൻ്റെ പേര്. അപ്പൊ അവര് ഇഫ്തിഖർ അഹമ്മദിന്റെ വീട്ടിലെത്തി. അതിമനോഹരമായ വീട്, പൂന്തോട്ടം, ഒരു പാർക്കിലാണോ എത്തിയിരിക്കുന്നതെന്ന് തോന്നും, അതുപോലെ ഭംഗിയാണ് അവിടെ. അപ്പോൾ ആ ഇഫ്തിഖറെ കുറിച്ച് സീനത്ത് പറയുന്ന ഇഫ്തിഖർ ബായി എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ പറയുന്നത് ഷെയ്സ്ത ബാബി. ഇപ്പൊ ഇഫ്തിഖർ ബായിയും ഷെയ്സ്ത ബാബിയുമാണ് അവിടെ താമസിക്കുന്നത്. അവർക്ക് 6 മക്കളാണ്. ഇവര് വളരെ സന്തോഷമായിട്ട് അവിടെ ഇരിക്കുകയാണ്. പൂന്തോട്ടത്തിലിരിക്കുമ്പോൾ ഇഫ്തിഖർ പൂക്കൾ പറിച്ച് സീനത്തിനും പുള്ളിയുടെ ഭാര്യ ഷെയ്സ്തയ്ക്കും കൊടുക്കുന്നു. ഷെയ്സ്ത പൂക്കളെല്ലാം തലയിൽ വെക്കുന്നു. സീനത്ത് പൂക്കൾ തലയിലൊന്നും വെച്ചില്ല. ആ പൂക്കള് ഇവരുടെ മൂത്ത കുട്ടിയുടെ തലയിൽ വെക്കുന്നു. അവളുടെ പേര് ആസിഫ എന്നാണ്. ആസിഫയുടെ തലയിൽ ഈ പൂക്കൾ വെച്ചു കൊടുക്കുമ്പോൾ ആസിഫ കരയുന്നു. അതെന്താ കരയുന്നതെന്ന് സീനത്ത് അന്നേരം ആലോചിച്ചു. ആസിഫയാണ് ഈ താഴെയുള്ള കുട്ടികളെ എല്ലാം നോക്കുന്നത്. ഇളയ കുട്ടിക്ക് പാല് കൊടുക്കുന്നതും എല്ലാം ആസിഫയാണ്. അപ്പോൾ ഷെയ്സ്താബായിയുടെ വീട്ടിൽ ഇവരുടെ വീട്ടിൽ ഇവർ പല ദിവസവും പോയി. അപ്പോഴൊക്കെ ഈ ഷെയ്സ്താബാബി പറയുമായിരുന്നു, അവൾ എൻ്റെ മകളല്ല, അവൾ എൻ്റെ അമ്മയാണ് എന്ന്. കാരണം ഇവളാണ് ഈ കുട്ടികളെ എല്ലാം പരിപാലിക്കുന്നത്. ഇവര് നല്ല സുഹൃത്തുക്കളാകുന്നു. ഇഫ്തിഖർ ഭാര്യയോട് വളരെ സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. എപ്പോഴും ഒരുപാട് സംസാരിക്കും. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ തീർത്ത പോലെ ഞാനൊരു ഷെയ്സ്ത മഹൽ തീർക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മുജാഹിദ് കളിയാക്കി, എന്തുവായി പറയുന്നത്, ഈ ജീവിച്ചിരിക്കുന്ന ഭാര്യയെ കുറിച്ച് അവര് മരിച്ചിട്ട് അവർക്ക് ശവക്കോട്ട ശവകുടീരം ഉണ്ടാക്കുമെന്ന് പറയുകയാണോ? ഇതെന്തൊരു കഷ്ടമാണ് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് മുജാഹിദ് കളിയാക്കുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്ന, അല്ല, ഞാൻ അതുപോലെ ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ചതുപോലെ ഞാൻ ഷെയ്സ്തയെ സ്നേഹിക്കുന്നുണ്ടെന്നാ പറഞ്ഞ്. അപ്പോൾ ഉടനെ മുജാഹിദ് പറയും, ഷാജഹാൻ അങ്ങനെ ഒരു സ്മരണയ്ക്കായിട്ട് ഇത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ, പക്ഷെ ഷാജഹാന് വേറെ ഒരുപാട് ഭാര്യമാര് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുജാഹിദ് ഇവരെ കളിയാക്കാറുണ്ട്. ഇങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് വീണ്ടും ഗർഭിണിയായി, ഈ ഷെയ്സ്ത ബാബി. അപ്പോൾ ഷെയ്സ്ത ബാബി സീനത്തിനോട് പറഞ്ഞു, എനിക്ക് പ്രസവം നിർത്തണം, ഷെയ്സ്ത എനിക്ക് കൂട്ടുവരുമോ? അപ്പൊ ഷെയ്സ്ത അല്ല, സീനത്ത് എനിക്ക് കൂട്ടുവരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വരാം, പക്ഷെ അത്തവണയും എന്തോ കാരണം പറഞ്ഞല്ലോ പ്രസവം നിർത്താൻ കഴിഞ്ഞില്ല. എന്തോ കുറച്ച് ദിവസം കൂടെ കഴിയട്ടെന്നോ എന്തോ പറഞ്ഞ് അത് മാറ്റിവെച്ചു. സീനത്തും മുജാഹിദും പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അവരുടെ വാപ്പയ്ക്കാണെന്ന് തോന്നുന്നു സുഖമില്ലാത്തതിനാൽ പോയി. പക്ഷെ കുറേ മാസങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചെത്തിയിട്ട് ഇവർ പഴയതുപോലെ ഇഫ്തിഖറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇഫ്തിഖറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഇഫ്തിഖർ അവിടെയുണ്ട്, പക്ഷെ ഷെയ്സ്ത ബാബിയെ കാണുന്നില്ല. അപ്പൊ സീനത്ത് ചോദിച്ചു, എൻ്റെ ഷെയ്സ്ത ബാബി എന്തിയേ? നോക്കിയപ്പോൾ അവിടെ വേറൊരു സ്ത്രീ നിൽക്കുന്നു. ഇഫ്തിഖർ പറയുന്നു, ഷെയ്സ്ത ബാബിക്ക് പെട്ടെന്ന് അസുഖം വന്നു, അവര് ഈ എന്തെല്ലാം ചികിത്സ ചെയ്തിട്ടും രക്ഷപ്പെടുത്താനായില്ല. അപ്പോൾ അവരുടെ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടികളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ?
അതുകൊണ്ട് ഞാൻ പുതിയൊരു നിക്കാഹ് കഴിച്ചു എന്ന്. അപ്പോഴും സീനത്ത് നോക്കിയപ്പോൾ അന്നത്തേതുപോലെ തന്നെ മൂത്ത കുട്ടി ആസിഫ ആ കുഞ്ഞനിയന് പാല് കൊടുക്കുകയാണ്. വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് അവള് ഓടി നടക്കുകയാണ്. അപ്പോഴും സീനത്തിന് തോന്നി ഷെയ്സ്ത ഭാബി ദൂരെ നിന്ന് പറയുന്നു, ആസിഫ എൻ്റെ മകളല്ല, എൻ്റെ അമ്മയാണ് എന്ന്. കഥ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ മാം, രണ്ടെണ്ണമുള്ളോ? ഇനി മൂന്നാമതൊരു കൊച്ചു കഥയാണ് സാർ, അതും കൂടെ പറയട്ടെ? ആ, പറഞ്ഞു. മൂന്നാമത്തെ കഥയും പറയട്ടെ സാറ്? ആ, പറഞ്ഞു. യെസ്, പറയും. കേക്കാവോ? കേക്കാം. ഇതൊരു ഇംഗ്ലീഷ് സ്റ്റോറിയാണ്. ഐ ക്യാൻ ചാമ്പ്യൻ ചേഞ്ച് എന്നാണ് കഥയുടെ പേര്. കൊച്ചുകുട്ടികളുടെ കഥ പോലെ കഥയാണ്. എംലൈൻ വാസ് എ ലിറ്റിൽ ഗേൾ ഫ്രം ഇംഗ്ലണ്ട് who loved to read stories about brave heroes who fought for others. എംലൈൻ ഒരു ചെറിയ കുട്ടിയാണ്, ഇംഗ്ലണ്ടിലെ. അവൾക്ക് ധൈര്യശാലികളായ ആളുകളുടെ കഥകള്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഹീറോസിന്റെ കഥകൾ വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അവളും സ്വപ്നം കണ്ടു അവളും അതുപോലെ ഒരാളാകുമെന്ന്. ഷീ ഡ്രീംഡ് അബൌട്ട് ഹൂ ഷീ മൈറ്റ് ബിക്കം. അതുപോലെ ആകുമെന്ന് അവൾ സ്വപ്നം കണ്ടു. പക്ഷെ അവൾ അങ്ങനെ സ്വപ്നം കണ്ടെങ്കിലും ബട്ട് അറ്റ് ദ ടൈം എമിലിൻ വാസ് ഗ്രോയിങ് അപ്പ്. അവളുടെ ആ കാലഘട്ടത്തില് ഗേൾസ് ഡിഡ്ന്റ് ഹാവ് മെനി ചോയ്സസ്. പെൺകുട്ടികൾക്ക് അവസരങ്ങൾ ഇല്ലായിരുന്നു. വൺ നൈറ്റ് ഷീ ഹേർഡ് ഹെർ ഫാദർ സേ that it was too bad she wasn't a boy. അച്ഛൻ പറയുന്നു ഇവൾ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ എന്ന്. അപ്പൊ അവൾക്ക് അത് കേട്ടപ്പോ വിഷമം തോന്നി. എന്തിനാണ് ഞാൻ ആൺകുട്ടിയാകുന്നത്, പെൺകുട്ടിയായാൽ എന്താ കുഴപ്പം? ഷി വാസന്റ് എൻകറേജ് ടു ഗോ ടു യൂണിവേഴ്സിറ്റി. അവൾക്ക് ഉപരിപഠനത്തിനൊന്നും പോകാൻ അവസരം കിട്ടിയില്ല. ഓർ ഗെറ്റ് എ ജോബ്, ജോലിക്കും പോകാൻ പറ്റിയില്ല. ആൻഡ് ഷീ കുഡന്റ് വോട്ട് ലൈക്ക് ഹെർ ബ്രദേഴ്സ്. അന്ന് പെൺകുട്ടികൾക്ക് വോട്ട് ചെയ്യാനും അവകാശമില്ലായിരുന്നു. എമിലിൻ ഡിഡന്റ് അണ്ടർസ്റ്റാൻഡ് വൈ. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് എമിലിന് മനസ്സിലായില്ല. ഷീ ബിഗാൻ ടു റീഡ് അബൌട്ട് വിമൻസ് റൈറ്റ്സ്. അവള് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് വായിച്ചു. ആൻഡ് ബെഗ്ഡ് ഹെർ മദർ ടു ബ്രിങ് ഹർ ടു എ മീറ്റിംഗ് സോ ഷീ കുഡ് ലേൺ മോർ. അവള് ഒരു മീറ്റിംഗിൽ കൊണ്ടുപോകാൻ അമ്മയോട് ആവശ്യപ്പെട്ടു. അമ്മ അങ്ങനെ കൊണ്ടുപോയി. ദർ ഷീ ഹേർഡ് ദാറ്റ് വിമൻ ഇൻ ഇംഗ്ലണ്ട് ലൈക്ക് ഇൻ മെനി അതർ കൺട്രീസ് വേർ ട്രീറ്റഡ് അൺഫെയർലി. In order to change things, they needed a right to vote. അപ്പൊ ആ മീറ്റിംഗിൽ വെച്ചാണ് അവൾ കേട്ടത്, ഇവിടെയും ഇംഗ്ലണ്ടിലും മറ്റു രാജ്യങ്ങളിലും എല്ലാം സ്ത്രീകളെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് മാറണമെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടണം. As soon as Emmeline finished school, she began working for women's rights. സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിലൊന്നും സ്ത്രീകളെ ഒന്നും വിടത്തില്ല. അതുകൊണ്ട് ഇവർക്ക് ഉപരിപഠനത്തിന് പോകാൻ പറ്റിയില്ല. അവള് സ്ത്രീകളുടെ അവകാശത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഷീ ഫെൽ ഇൻ ലവ് വിത്ത് എ ലോയർ നെയ്മഡ് റിച്ചാർഡ്. ദേ ഗോട്ട് മാരീഡ്, വർക്ക്ഡ് സൈഡ് ബൈ സൈഡ് ടു ഹെൽപ്പ് വിമൻ വിൻ ദ റൈറ്റ് ടു വോട്ട്. എന്നിട്ട് അവള് റിച്ചാർഡിനെ വിവാഹം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ബട്ട് 4 years നത്തിങ് ചേഞ്ച്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് റിച്ചാർഡ് ഡൈഡ്. റിച്ചാർഡ് അന്തരിച്ചു. എമിലിൻ ഹാഡ് ടു വർക്ക് ഹാർഡ് ടു സപ്പോർട്ട് ഹെർ ഫാമിലി. അപ്പൊ എമിലിൻ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യേണ്ടി വന്നു. പക്ഷെ ഷീ ഡിഡ്ന്റ് സ്റ്റോപ്പ് ഹെർ ബാറ്റിൽ ഫോർ വിമൻസ് റൈറ്റ്സ്. അവള് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയുള്ള ഫൈറ്റ് അവസാനിപ്പിച്ചില്ല. Soon her daughters joined in and convinced her to stop following the rules and take action. അപ്പോൾ മക്കളും ഇവരുടെ പെൺമക്കളും ഇവളോട് ചേർന്നു. ഇവര് ആക്ഷൻ എടുക്കാം, ഇതിനു വേണ്ടി പ്രവർത്തിക്കാം, എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. Emmeline and her daughters became the leaders of a new group of women that people called suffragettes. Suffragettes എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായി ഇവർ മാറി.
They spoke out on street corners and marched in cities. അവര് ഇങ്ങനെ സ്ട്രീറ്റുകളിലും നഗരങ്ങളിലും എല്ലാം ഇതിനെക്കുറിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. They interrupted meetings and chained themselves to railings. അങ്ങനെ സമരങ്ങളൊക്കെ നടത്തി. When the government tried to stop them, they fought harder. അവർ കൂടുതൽ പ്രവർത്തിച്ചു. Some suffragettes were even arrested. ഇവരിലെ ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇവര്. But more and more women joined Emmeline's group. പക്ഷെ കൂടുതൽ സ്ത്രീകള് എമിലിന്റെ ഗ്രൂപ്പിൽ ചേർന്നു. They were braver than anyone had imagined. അവരെല്ലാം നല്ല ധൈര്യശാലികളായിരുന്നു. Emmeline traveled to the USA to speak. She vowed to keep fighting until all women were free to do the same things as women. പുരുഷന്മാർ ചെയ്യുന്നത് പോലെയുള്ള എല്ലാ ജോലികളും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റണം എന്ന് അവർ വാദിച്ചു. When war broke out, ആ സമയത്താണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അക്രോസ് യൂറോപ്പില് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. Lots of men went off to fight. അപ്പോൾ പുരുഷന്മാർക്കെല്ലാം യുദ്ധത്തിന് പോകേണ്ടി വന്നു. Suffragettes took over jobs that only men had done before. അപ്പോൾ ഇവർക്ക് പുരുഷന്മാർ ചെയ്തിരുന്ന ജോലികൾ കിട്ടി. അത് ചെയ്യാൻ അപ്പോൾ പുരുഷന്മാരില്ലാതായപ്പോൾ ഈ സ്ത്രീകൾക്ക് ആ ജോലികളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. They were stronger than anyone had believed. അപ്പോൾ ഇവര് മറ്റുള്ളവർക്കാളെല്ലാം ധൈര്യശാലികളായിരുന്നു, സ്ട്രോങ്ങർ ആയിരുന്നു. അതുകൊണ്ട് അവർ ആ ജോലികൾ ചെയ്തു. അത് കഴിഞ്ഞ് ആഫ്റ്റർ ദ വാർ എമിലിൻസ് ഡ്രീം കെയിം ട്രൂ. എമിലിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. വിമൻ ഫൈനലി സ്റ്റാർട്ടഡ് ടു ഗെറ്റ് ദ റൈറ്റ് ടു വോട്ട്. അങ്ങനെ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടി. ബൈ ഫൈറ്റിംഗ് ഫോർ അതേഴ്സ് ഷീ ബിക്കെയിം വാട്ട് നോ വൺ തോട്ട് എ ലിറ്റിൽ ഗേൾ കുഡ് ബി, എ ഹീറോ. അപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് അവള് ഒരു ഹീറോ ആയി. എമിലിൻ ചേഞ്ച് ദ വേൾഡ് ഫോർ വിമൻ ഹു കെയിം ആഫ്റ്റർ ഹെർ. പിന്നീട് വന്ന സ്ത്രീകൾക്ക് വേണ്ടി അവള് ഈ ലോകത്തിന്റെ നിയമങ്ങൾ മാറ്റി. ഇത്രേ ഉള്ളൂ ആ കൊച്ചു കഥ. ഓക്കെ മാം, താങ്ക് യു. മാം 3 കഥകളാണ് പറഞ്ഞത്. 3 കഥകളും അതിൻ്റെതായ ഒരു ആവിഷ്കാരത്തിൽ വളരെ മനോഹരമായിരിക്കുന്നു. അത് നമ്മൾ സന്തോഷിച്ചിക്കാനും തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു സാഹിത്യ സർപ്പമായി മാറിയത്. സാറ് പറയുന്നൊന്നും കേൾക്കാൻ വയ്യ. കേൾക്കുന്നില്ല? ആർക്കും കേൾക്കുന്നില്ലേ? കേൾക്കാലോ. ശാരദ മാം കേൾക്കാത്തത് കൊണ്ടാണോ? കേൾക്കുന്നില്ല മാം? കേൾക്കുന്നില്ലേ? ഒന്ന് റീലോഗിൻ ചെയ്യാമോ? ഒന്നും കൂടെ ഒന്ന് റീലോഗിൻ ചെയ്യാമോ? പുറത്തു പോയോ? കയറി വന്നോളൂ. അപ്പൊ ഇന്ന് 3 കഥകളാണ് പറഞ്ഞത്. ഒന്ന് സന്തോഷിച്ചിക്കാനം എന്ന് പറയുന്ന ഒരു കഥാകാരൻ എങ്ങനെയാണ് തൻ്റെ കുട്ടിക്കാലത്ത് അധ്യാപകന്റെ നിർബന്ധവും അല്ലെങ്കിൽ അധ്യാപകത്തിന്റെ ശിക്ഷണത്തിലൂടെ നല്ലൊരു സാഹിത്യകാരനായത് എന്നുള്ളതാണ് ആദ്യത്തെ കഥ പറഞ്ഞത്. അദ്ദേഹം ആദ്യം കാറ്റിന്റെ കഥയെക്കുറിച്ച് കാറ്റിന്റെ കഥ എന്നൊരു കഥ എഴുതിയാണ് ആദ്യമായി ഈ ഒരു ലോകത്തിലേക്ക് കടന്നു വന്നതെന്നും അതിനുശേഷം അനേകം കഥകൾ പറയാനുള്ള അവസരം, എഴുതാനുള്ള അവസരങ്ങൾ കിട്ടി. ഇന്ന് വലിയൊരു സാഹിത്യകാരനായി നിലനിൽക്കുന്ന കഥയാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ബുക്കർ പ്രൈസ് വിന്നിങ് ആയിട്ടുള്ള ഹാർട്ട് ലാം എന്ന് പറയുന്ന ആ കഥയുടെ ഒരു ആ കഥയൊന്ന് നമുക്ക് വേണ്ടി പറഞ്ഞതെന്നാണ്. സ്റ്റോൺ ലാംസ് എന്ന് പറഞ്ഞത്. അതിനകത്ത് 2 വ്യക്തികൾ, സീനത്തും മുജാഹിദിനും, അവരുടെ താമസ സ്ഥലം വളരെ ട്രാഫിക് നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് മനോഹരമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിച്ചപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. മൂന്നാമത്തെ കഥ എന്ന് പറഞ്ഞത് ഐ ക്യാൻ ചാമ്പ്യൻ ചേഞ്ച് എന്നുള്ള ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ വിമൻസ് റൈറ്റ്, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് എങ്ങനെ പുരുഷന്മാർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു സമത്വത്തിലേക്ക് വരാമെന്നുള്ള ഒരു ചലഞ്ച്, ആദ്യമായി വോട്ടിങ്ങിനുള്ള പവർ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളും
യൂറോപ്പിൽ യുദ്ധമൊക്കെ ഉണ്ടായപ്പം ആ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേർന്നതും വളരെ കാലത്തെ ശ്രമഫലമായി പുരുഷന്മാർ ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും അവർക്ക് ജോലി ചെയ്യാനും ജീവിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം നേടിത്തന്നതുമായിട്ടുള്ള ഒരു കഥയാണ്. അങ്ങനെ 3 കഥകളാണ് മാം എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ കെട്ടവർ നെ-കുറിച്ചൊരു അവലോകനമായിട്ട് പറയാം. ആരായിരിക്കും ആദ്യം പറയുന്നത്? റോയ്സ് സാർ ഉണ്ടോ? ജോർജ് സാർ, റോയ്സ് സാർ, എനിക്ക് തോന്നുന്നു ആദ്യം ഒരാണ് വന്നത് തോന്നുന്നു. രമാവതി മാമും കേട്ടിരിക്കുവാണല്ലോ. സ്നേഹവാൻ ഇപ്പൊ കേൾക്കാം? ഇപ്പൊ കേക്കാം. ഓക്കെ, ഇങ്ങോട്ട് കേൾക്കാമായിരുന്നു, ക്ലിയർ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. സാറേ ഇടയ്ക്ക് വെച്ച് കേൾക്കാൻ ഇടയ്ക്ക് കണക്ഷൻ പോയി, പിന്നെ കട്ടായി പോയി സാറേ. ഓക്കെ. വേറെ ജോഷി സാർ കേട്ടിരുന്നോ? ജോഷി സാർ പറഞ്ഞോളൂ, കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. ഒന്നാമത്തെ കേട്ടില്ല, 2ഉം 3ഉമാണ് കേട്ടത്. ഏതായാലും സ്നേഹലതാ മാമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. തീർച്ചയായിട്ടും നല്ല വിദേശ ഭാഷ വായനക്കാരിയാണ്, നല്ല കഥകൾ വായിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷവും ധന്യവുമായ സംഗതിയാണ്. അക്കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. മലയാള കഥകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രത്യേക ശൈലിയാണ് ഇംഗ്ലീഷ് കഥകൾക്ക്, അല്ല ഇത്തരത്തിലുള്ള കഥകൾക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ വളച്ചുകെട്ടൊന്നുമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഒരു സാങ്കല്പികമൊന്നുമല്ല, ഒരു യാഥാർത്ഥ്യ ബോധത്തോടും അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ ചില തോട്ടും ഒക്കെ നൽകുന്നു എന്നുള്ളത് ഇതിന് ഇന്നത്തെ അവതരണം ഉൾപ്പെടെ ഒരു മികവ് ഞാൻ കാണുകയാണ്. ഇനിയും കഥയിലേക്ക് കടക്കും. ഒന്നാമത്തെ ഞാൻ കേട്ടില്ല, പിന്നെ രണ്ടാമത്തതില് നിശ്ചയമായിട്ടും കുട്ടികൾ എത്രമാത്രം ഉത്തരവാദിത്ത ബോധമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നല്ല തെളിവാണ്. കഴിഞ്ഞ തലമുറയിലൊക്കെ അതുണ്ട്. അതിവിടെ നമുക്കൊരു നേർചിത്രം കാഴ്ച കാണുമ്പോൾ ധാരാളം കുട്ടികളുള്ള ഒരു വീടാണ്. അപ്പോൾ സ്വാഭാവികമായും മൂത്ത കുട്ടി താഴത്തെ കുട്ടികളെ വളർത്തുന്നത് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുമൊക്കെ മക്കൾ കൂടുതലുള്ള വീടുകളിൽ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പരക്കെ ആളുകളെല്ലാം അഭിപ്രായപ്പെടുന്ന ഒരു പരാതിയാണ്, ഒന്നും ചെയ്യത്തില്ല കുട്ടികൾ, അവരിങ്ങനെ മൊബൈലും കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വീട്ടിലെ ഒരു കുഞ്ഞു കാര്യം പോലും അവർ ചെയ്യില്ല, അല്ലെങ്കിൽ കടയിൽ പോവുക, ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് സമയബന്ധിതമായി ചെയ്യുക എന്നൊക്കെ പൊതുവെ ആളുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പ്രത്യേക കാരണമായി നമുക്ക് ഈ കഥ തെളിയിക്കുന്നത് കുട്ടികൾ കൂടുതലുണ്ടാകുക. അപ്പൊ അവർക്ക് തന്നെ പല കാര്യങ്ങളിൽ ആയാസം ഉണ്ടാകും, കായികമായിട്ടുള്ള പല കഴിവുകളും അവർക്ക് വർദ്ധിക്കും, കുടുംബത്തിന്റെ ഒരുപാട് ഭാരങ്ങൾ ലഘൂകരിക്കപ്പെടുവാനും സാധിക്കും. ഈ കാലയളവിൽ നമുക്കൊക്കെ ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇന്നിപ്പം ഒരു കൊച്ചേ ഉള്ളൂ, അതിനെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യിപ്പിക്കത്തില്ല. അപ്പൊ അവരൊക്കെ ഇങ്ങനെ കൊച്ചിനെ തൊട്ട് പഠിക്കുകയാണെന്നാണ് പൊതുവെ വയ്ക്കുന്നത്. പക്ഷെ പ്രായോഗികമായ അറിവില്ലാതെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇവരൊക്കെ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? അഥവാ ഒരു പണിക്കാരെ കൊണ്ട് പണി എടുപ്പിക്കണമെങ്കിൽ തന്നെയും നമുക്ക് കാശ് കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാമെന്നൊക്കെ പറയാം. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഐഡിയ വേണ്ടേ? ആ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്ന ഇങ്ങനെയൊക്കെ
കാര്യങ്ങൾ ചെയ്ത് മനസ്സിലാക്കി ഒക്കെയാണ്. അപ്പോൾ ഒരു 2 കയറ് ഒന്ന് കെട്ടണം. പലർക്കും അറിയില്ല എങ്ങനെയാണ് കയറ് കെട്ടുന്നത്. എൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് പലരും ചെയ്തിട്ടില്ല. ഞാനിവിടെ സൺഡേ സ്കൂൾ വേദപാഠം ഒരു 10-35 കൊല്ലം പഠിപ്പിച്ച ആളാണ്. അപ്പൊ മുതിർന്ന ക്ലാസ്സിൽ എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്, ഈ 12ാം ക്ലാസ് ഉൾപ്പെടെയുള്ള. അപ്പൊ ഞാൻ കുട്ടികളോട് പിന്നെ പ്രായോഗികമായ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞങ്ങളെ പള്ളിയിലൊക്കെ ഈ പുറത്തൊക്കെ ഇരുന്നാണ് പഠിക്കുന്നത്. തെങ്ങിൻ്റെ മൂട്ടിലും പിന്നെ പള്ളിയുടെ വരാന്തയിലും ഒക്കെയാണ് ക്ലാസ്സുകൾ, അല്ലാതെ വലിയ ക്ലാസ് മുറിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരുതരം അനൗപചാരിക വിദ്യാഭ്യാസം പോലെ. ഇപ്പൊ ഞാനൊരു പ്രത്യേക രീതിയിലാണ് എൻ്റെ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്തത്. അപ്പം ഞാൻ ഒരു വേള സൺഡേ സ്കൂൾ വേദപാഠ ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ അല്ലായിരിക്കാം. എങ്കിലും പ്രായോഗികമായ മതബോധനം എന്ന് പറഞ്ഞാൽ മതം പഠിക്കലല്ലോ, ജീവിത പരിശീലനം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഞാനിങ്ങനെ ഈ തെങ്ങിൽ കാണുന്ന സാധനങ്ങളുടെയൊക്കെ പേര് നിങ്ങൾക്കറിയാമോ? പല കുട്ടികൾക്കും അതിൻ്റെ പലതും അറിയില്ല. ചിലർ പറഞ്ഞ ഓല, ഇങ്ങനെയൊക്കെ അത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. അതിൻ്റെ അപ്പുറം ഉള്ള ചെറിയ ചെറിയ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അവിടെ കൊതുമ്പുണ്ട്, അല്ലെങ്കിൽ കോഞ്ഞാട്ട ഞങ്ങളുടെ നാട്ടിൽ പറയുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ പേര് ഒറ്റ ആളിനും അറിയില്ലായിരുന്നു എന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോഴും തേങ്ങ ഇടിയിലുണ്ട് പലരുടെയും വീടുകളിൽ, 4 തെങ്ങോ 3 തെങ്ങോ 2 തെങ്ങോ ഒക്കെ ഉള്ളതിലും. പക്ഷെ അതൊക്കെ ഇടുന്നുണ്ടോ, ഇടുമ്പോൾ അത് എന്താണ്, എങ്ങനെയാണ്, ഇതൊന്നും കുട്ടികൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ കുട്ടികളോട് ആവശ്യപ്പെട്ടിരുന്നു. നിങ്ങളില് ഈ തേങ്ങ പൊതിക്കുവാൻ നാളികേരം എല്ലാ വീട്ടിലും വേണമല്ലോ. ചിലർ പിന്നെ പൊതിച്ച തേങ്ങ ആയിരിക്കാം വിലയ്ക്ക് വാങ്ങിക്കുന്നത്. ഏതായാലും തേങ്ങ ആളുകൾക്ക് വേണം, ഇട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് ഈ തേങ്ങ പൊതിക്കാൻ അറിയാവോ? അതില് ഒരു കൊച്ചിന് മാത്രമേ അപ്പോൾ നിലവിൽ തേങ്ങ പൊതിക്കാൻ അറിയാമായിരുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരാണ് ഇത് ചെയ്യുന്നത്? അത് അമ്മ ചെയ്യും, അല്ലെങ്കിൽ അച്ചാച്ചൻ ചെയ്യും. ഞാൻ പറഞ്ഞു, അടുത്ത ഞായറാഴ്ച വരുമ്പോൾ നിങ്ങളെല്ലാവരും തേങ്ങ പൊതിക്കാൻ പഠിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. മിക്കവാറും എല്ലാവരും തന്നെ അതനുസരിക്കുകയും അത് വലിയ അഭിമാനത്തോടെ അവർ പിറ്റേ ക്ലാസ്സിൽ വന്ന് പറയുകയും ചെയ്തത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇന്നിപ്പം നമ്മുടെ ഒരു കൊച്ചിനെ, മൂത്ത ഒരു കൊച്ച് ഉള്ളതുകൊണ്ട് ഇളയ കൊച്ച് അവിടെ നീന്തി നടക്കുന്നു, അല്ലെങ്കിൽ അതിനൊരു പാല് കൊടുക്കണം. പാലൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇളയ കൊച്ചിന് പാല് കൊടുത്തേക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കുവോ, ഇത് മൂക്കിൽ കൂടെ പോവുകയോ വായിക്കൂടെ പോവുകയോ ഏതൊരു പോകുന്നതെന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല. ഏതായാലും ആ അർത്ഥത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു കഥയാണ് ഇത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വിചാരം. പക്ഷെ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞും കേട്ടുമൊക്കെ പോകുന്നെങ്കിലും സ്കൂളിലുമൊക്കെ പ്രവൃത്തി പരിചയ മേള എന്നൊക്കെ പറഞ്ഞ് വലിയ മേളയൊക്കെ ഉണ്ട്. ആരാ ചെയ്യുന്നത്? കാശ് കൊടുത്ത് ആരെയൊണ്ടെ കൊണ്ട് ജയിപ്പിച്ചിട്ട് ഈ കൊച്ചിനെ ഇതെല്ലാം കാണാതെ പഠിപ്പിച്ച് മേളയ്ക്ക് കൊണ്ട് നിർത്തും. അവരിങ്ങനെ തത്തമ്മ പറയുന്നത് പോലെ പറഞ്ഞ് നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, മൂന്നാമത്തെ കഥയിലേക്ക് വരുമ്പോൾ, അതൊരു വലിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ ഒരു വിപ്ലവകരമായ മാറ്റമാണ്. ഒരുപാട് തരത്തിലുള്ള സമരങ്ങൾ ആ നാടുകളിൽ നടന്നിട്ടുണ്ട് സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട്. ചിലതൊക്കെ അതിര് കടന്നതായിരുന്നു. അതിര് കടന്നതെന്ന് പറഞ്ഞാൽ ആണുങ്ങളെ തോപ്പിക്കാനും ആണുങ്ങളെ പിന്നെ എല്ലാം ആ തരത്തിൽ ഇടിച്ചു താഴ്ത്താനുള്ള തരത്തിലുള്ള ചില സമരങ്ങളുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ ഇങ്ങനെ വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പിന്നെ മുന്നേറ്റങ്ങൾ അവിടെ നടത്തുകയുണ്ടായി. എന്നാൽ അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു ഈ വനിതാ വോട്ടവകാശം. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഒക്കെ ആരംഭത്തിൽ പോലും അവിടെയൊക്കെ
ഈ പറയുന്ന വോട്ടവകാശം ഇല്ല. അതിനുശേഷമാണ് വരുന്നത് എന്നുള്ളതാണ്. നമ്മൾ യൂറോപ്പും അങ്ങനെയുള്ള വിദേശ രാജ്യമൊക്കെ വളരെ ഡെവലപ്ഡ് ആണ് അല്ലെങ്കിൽ ഉന്നമനത്തിലാണെന്ന് പറയുമ്പോഴും സ്ത്രീത്വം വളരെയേറെ അല്ലെങ്കിൽ അപമതിക്കപ്പെട്ടിരുന്നു. അത് വെച്ച് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വളരെ 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 മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വേണം ഗണിക്കുവാനായിട്ട്. ഇനിയിപ്പോൾ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ഇനിയിപ്പം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരാൻ പോകുന്നത്. അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ ഈ പുരുഷന്മാരെ ഇനിയും ഉന്നമനത്തിന് കൊണ്ടുവരേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരാൻ സാധ്യത ഇല്ലാഴിക പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞിരുന്ന പുരുഷനാണ് കായിക ബലം. കല്യാണം കഴിക്കുന്നത് സ്ത്രീകൾ ഒരു തുണയായിട്ട് ഇണയായിട്ട് ഒക്കെ നിൽക്കാൻ വേണ്ടിയാണ് ആണുങ്ങൾ കായിക ബലം. ഇപ്പോ അതിലേക്ക് അവിടെ നിന്ന് ഇത് വഴിമാറി. കാരണം കായിക ബലത്തിന്റെ ഒന്നും ഇനി ആവശ്യമില്ല, യന്ത്രങ്ങൾ വന്നു. അതുകൊണ്ട് കായികമായ ജോലികളൊക്കെ യന്ത്രങ്ങൾ ചെയ്തോളും, പുരുഷൻ വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടുകൂടെയൊക്കെയാണ് നേരിയ ലെവലിൽ ഞാൻ ഈയിടെ ഒരു മാട്രിമോണിയൽ കമ്പനി നടത്തുന്ന ഒരു സാറുമായിട്ട് ആനുഷംഗികമായി ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വന്നു. കാരണം ധാരാളം ആൺകുട്ടികൾ കല്യാണം പെണ്ണ് കിട്ടാതെ നിൽക്കുന്നു. അവർക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ അവർക്ക് താല്പര്യപ്പെടുന്ന തരത്തിൽ പെണ്ണുങ്ങൾ ഇവരെ കല്യാണം കഴിക്കാൻ തയ്യാറില്ല. കാരണം അവർ ഒരുപക്ഷെ കർഷകരായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലെ ജോലിക്കാരായിരിക്കും. അവരെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പൊ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരണ ആയിത്തീരുന്നു. എന്തിനാണ് പുരുഷനില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, പുരുഷന്റെ ആവശ്യമില്ല. കായിക ജോലികൾ ചെയ്യാനായിട്ട് വേണമെങ്കിൽ യന്ത്രങ്ങളുണ്ട്, വരുമാനത്തിന് ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ വിവാഹമേ വേണ്ട എന്ന് വെച്ച് 30, 35 അതിനു മുകളിലും ഒക്കെ പ്രായമുള്ളവരായി നാട്ടിൻപുറങ്ങളിൽ ഉൾപ്പെടെ നിൽക്കുന്നുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ 1-2 കേസുകൾ കേൾക്കുകയുണ്ടായി. അപ്പൊ പുരുഷന്മാര് 10-40 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കാതെ നിൽക്കുന്ന, അവർക്ക് വരുമാനമൊക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ചെറിയ ജോലികളിൽ നിന്ന് വരുമാനം ഉണ്ടാകും. പ്ലംബറോ ഫിറ്ററോ ഇലക്ട്രീഷ്യനോ ഒക്കെ ആയ ആളുകളെ കല്യാണം കഴിക്കാൻ പല ലേഡീസും തയ്യാറല്ല. കുട്ടികൾ ഈ ചെറുപ്പകാലത്ത് തന്നെ സ്കൂൾ കോളേജ് തലത്തിൽ വെച്ച് തന്നെ പിന്നെ ഈ പറയുന്ന ആരെങ്കിലുമായിട്ട് അഫയർ ഉണ്ടാകുന്നു, ബുക്ക് ചെയ്തിടുന്നു. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവരെ പിന്നെ നഴ്സിങ്ങോ അതുപോലെയുള്ള വിദ്യാഭ്യാസം ചെയ്തിട്ട് വിദേശത്തേക്ക് പോകുന്നു. ഇതെന്റെ ഒരു കണ്ണു തറപ്പിച്ചാണ്, പുള്ളിയുടെ ഒരു ഐഡിയോളജിയാണ്, അല്ല പുള്ളിയുടെ കണ്ടെത്തലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് ഒരുപക്ഷെ കുറെ സ്ത്രീകൾ ഇവരെ കല്യാണം കഴിക്കാത്തതും ആൺപിള്ളേർക്ക് പെണ്ണ് കിട്ടാത്തതും. അല്ലെങ്കിൽ നല്ല ജോലിയായിരിക്കണം, മെച്ചപ്പെട്ട ജോലിയായിരിക്കണം. വിദേശ ജോലിയാണെങ്കിൽ ഏറ്റവും യൂറോപ്പാണോ കാനഡയാണോ മറ്റേതാണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ എന്നിട്ട് ചോദിക്കും ഫാമിലി വിസയുണ്ടോ, അവിടെ താമസിക്കാൻ സൗകര്യമുണ്ടോ. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ഇന്ന് പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം കണ്ട ഈ വോട്ടവകാശം പോലും ഇല്ലാത്ത ആ കാലയളവിലെ പാവപ്പെട്ട സ്ത്രീകളുടെ കഥയല്ല ഇപ്പോൾ. കുറെ കൂടെ കരുത്താർജിച്ചിട്ടുണ്ട്, കുറെ കൂടിയല്ല വളരെയേറെ കരുത്താർജിച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഈ കഥകളെല്ലാം നമ്മളുടെ ഇത്തരത്തിലുള്ള ചിന്തകൾക്ക് കൂടി നമ്മളെ വഴിമരുന്നിടുന്നു എന്നുള്ളതിന് കാരണമായി തീർന്നു. കഥയൊക്കെ ചെറുതാണ്, പക്ഷെ കഥയുടെ ഉള്ളിലിരിക്കുന്ന ആശയങ്ങൾ വളരെ വലുതാണ്. അത് ഇതുപോലെ ചർച്ച ചെയ്യുമ്പോഴാണ്, ഇത്തരം ചർച്ച മാത്രം പോരാ. ഇപ്പൊ ഞാനൊരു മോണോലോഗ് നടത്തുകയാണ്. വാസ്തവത്തിൽ ഇതൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ചർച്ച ചെയ്യപ്പെട്ടിട്ട് അതിന് പരിഹാരം കാണണം. ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്, അവര് ആ രീതിയിൽ അതിനെയൊക്കെ സമൂഹത്തിലേക്ക് ഉയർത്തിവിടണം. ഇന്ന് അപകടകരമാവണ്ണം കുട്ടികളെല്ലാം നാട് വിട്ടു പോവുകയാണ്. ആദ്യം ഇതൊക്കെ ചിലർ പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടി വിളിച്ചു, ഇവിടെ ജോലിയുണ്ടോ, നിങ്ങൾ ഇവിടെ ജോലിതാ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ടല്ലേ അവര് പോകുന്നത്. ശരിയാണ്. പക്ഷേ ഇന്ന് പല വീടുകളും അടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് പല വീടുകളിലും വൃദ്ധന്മാർ മാത്രമേ ഉള്ളൂ. ഈ കോട്ടയത്തെ കല്ലറ പോലെയുള്ള സ്ഥലത്ത്
എത്രയോ വീടുകളാണ് കോടിക്കണക്കിന് രൂപയുടേത് അടഞ്ഞു കിടക്കുന്നു. തിരുവല്ലയ്ക്കങ്ങപ്പുറം മഞ്ഞാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതൊക്കെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അവിടെയൊക്കെ ഈ പാവപ്പെട്ട ഈ വൃദ്ധനും വൃദ്ധയും കൂടി മരിച്ചു കഴിയുമ്പോൾ പിന്നെ ആരുണ്ട് ഇവിടെ? അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ആളുകളില്ല. ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പൊക്കി വെക്കാൻ ഇവിടെ ആളില്ല. കാരണം ചെറുപ്പക്കാർ ഈ നാട്ടിലില്ല. വളരെ നമ്മളിങ്ങനെയുള്ള ക്രൂഷ്യൽ സിറ്റുവേഷനിലൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. നാട്ടിൽ ഒരു പ്രശ്നത്തിനും ഇടപെടാൻ ആളില്ല. ഉള്ളതാരാ? 10ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിന് താഴെയും ഒക്കെ പഠിക്കുന്ന കുറെ പിള്ളേരും അപ്പനും അമ്മയും മാത്രമുള്ള ചില വീട്. പിന്നെ ഉള്ളത് വൃദ്ധനും വൃദ്ധയും. യൂത്ത് കായിക ശേഷിയുള്ള നാട്ടിൽ പിന്നെ നിലനിൽക്കുന്ന വരുമാനമൊക്കെ ഉള്ള ശക്തിയുള്ള ചെറുപ്പക്കാരില്ല, യൂത്ത് അസോസിയേഷനുകളില്ല എന്നൊക്കെ ഉള്ളത് വലിയ ഭീകരതയാണ് നമ്മുടെ മുമ്പിലേക്ക് ഒരു 2050 ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും പരിഹാരം അധികാരികളും നമ്മളെ പോലെയുള്ളവരും ഒക്കെ കാണട്ടെ എന്നുകൂടെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട്, ഞാൻ ഈ കഥ പറഞ്ഞ ആള് ഉപയോഗിച്ചിട്ടൊക്കെ കൂടുതൽ നേരം ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, താങ്ക് യു. തീർച്ചയായും വളരെ ആഴത്തിൽ ചിന്തിക്കാൻ പറ്റുന്ന കുറേ കഥയുടെ മൂല്യങ്ങളാണ്, കഥയിലൂടെ ലഭിച്ച മൂല്യങ്ങളാണ് സാർ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ആരാണ് സംസാരിക്കാനുള്ളത്? യെസ്, ഡോക്ടർ പറയും. മാഡം, സന്തോഷ ചിക്കാനത്തിന്റെ അത് സൺഡേ സപ്ലിമെന്റിൽ വന്നത് ഞാനും വായിച്ച് കൗതുകപൂർവ്വം പലയിടത്തും ഇത് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ ടീച്ചേഴ്സ് എല്ലാവരും, പ്രത്യേകിച്ചും നമ്മുടെ ഗ്രാമങ്ങളിലും ഒക്കെ ജോലി ചെയ്തിരുന്ന അധ്യാപകരും അധ്യാപകരും ഒക്കെ അവർ ശരിക്കും റിയൽ ഹീറോസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒരുപാട് പേരെ കണ്ടെടുത്ത് തേച്ച് മിനുക്കി ഒക്കെ റെഡിയാക്കിയവരാണ്. ഞാനൊക്കെ ഒരു ടീച്ചറുടെ ഉൽപ്പന്നമാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം നമ്മൾ വളരെ കഴിവ് കുറഞ്ഞവരായിട്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ അലഞ്ഞപ്പോൾ, ചെറിയ സ്കൂളുകളിലൊക്കെ പഠിച്ചപ്പോൾ ചില അധ്യാപകരാണ് നമ്മളെ കണ്ടെടുത്തതും പ്രോത്സാഹിപ്പിച്ചതും ഒക്കെ മിടുക്കരാക്കി എടുത്തതും ഒക്കെ. അപ്പോൾ അവർ ഈ പറയാറുണ്ടല്ലോ, ഈ ഒരു ചളി കയ്യിൽ കിട്ടിയതിനെ പ്രതിമയാക്കി മാറ്റി എന്നൊക്കെ പറയുന്നത് പോലെ ഈ സന്തോഷ ചിക്കാനത്തിൻ്റെ ആ കഥ ഗംഭീരം. ഇപ്പം ഞാൻ എപ്പോഴും കണക്കാക്കുന്നത് MT കഴിഞ്ഞാൽ ഇനി MTയുടെ കസേരയിൽ കയറിയിരിക്കാൻ മലയാള സാഹിത്യത്തിലേക്ക് വളർന്നു വരുന്ന ഒരാൾ സന്തോഷ ചിക്കാനാണ്. ഈ ബിരിയാണിയും കൊമാലയും ഒക്കെ. പക്ഷെ അത് വളരെ, ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് അദ്ദേഹം വന്നിരുന്നു. മുണ്ടൂർ കൃഷ്ണൻകുട്ടി അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാലക്കാട് വന്നിരുന്നു. മുണ്ടൂർ മറ്റേ വായനശാലയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുകയൊക്കെ ചെയ്യണ്ടായി. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ കാസർഗോഡ് പോയിട്ടുള്ളവർക്കറിയാം, ശരിക്കുള്ള മലയാളമാണോ പറയുന്നതെന്ന് പോലും മനസ്സിലാവാത്തൊരു നാടാണത്. നമുക്ക് ഈ കാസർഗോട്ടെ മലയാളം കേട്ടാൽ അത് ഏതോ അറബി പോലെയോ അല്ലെങ്കിൽ ഈ വിദേശ ഭാഷ പോലെയൊക്കെ തോന്നുന്ന രീതിയിലുള്ളൊരു മലയാളം കേട്ട് വളർന്നൊരു കുട്ടി അത് ഇത്ര ഗംഭീരമായിട്ട് മലയാള സാഹിത്യത്തിനെ പ്രണയിക്കാനൊക്കെ കാരണം ഒരു മാഷാണെന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ രാജമാഷിൻ്റെ ചിത്രവും പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പത്തനംതിട്ടയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഈ അദ്ദേഹത്തിന് എന്തൊരു സന്തോഷമായി കാണും. ഈ അധ്യാപകന് സന്തോഷ ചിക്കാനത്തിൻ്റെ ഈ ആത്മകഥയാണ്, വെറും കഥയല്ലത്. അദ്ദേഹം സമ്മതിക്കുകയാണ്, ഞാനായത് രാജമാഷ് സ്കൂൾ വരാന്തയിൽ നിന്ന് എന്നെ കഴുത്തിന് പിടിച്ചു കൊണ്ടുപോയിരുന്ന് കഥ എഴുതിച്ചപ്പോൾ ഞാനൊരു കഥാകാരനായിട്ടങ്ങ് മാറി എന്ന് അദ്ദേഹം പറയും. ഈ അദ്ദേഹം സാഹിത്യ സർപ്പം എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ് കേട്ടോ. അദ്ദേഹം അത് ഈ ഭാഷയുടെ മനോഹരമായ ഒരു പ്രയോഗം എന്നുള്ള രീതിയിലാണ്. സർപ്പം എന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട്. വിഷമുണ്ട്, അതേപോലെ തന്നെ അത് ഭീകരമാണ്, പേടിപ്പിക്കുന്നതാണ്, അങ്ങനെയൊക്കെ. പക്ഷെ അത് ഒരു ഭാഷാ പ്രയോഗം. അത് സാബു സാർ സാഹിത്യ സർപ്പം എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത് ഇങ്ങനെയല്ല, അത് വലിയ ഗംഭീരമായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു ഇത് ക്ലാസ് മുറികളിൽ പഠിപ്പിക്കാൻ കിങ് കോബ്ര എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് കിങ് കോബ്ര, അല്ലേ? അല്ല, അത് കിങ് കോബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതാണ്. അതായത്
ഇതില്ലേ സർപ്പങ്ങളുടെ രാജാവുണ്ടല്ലോ, അതാണ് രാജവെമ്പാല കിങ് സാറേ, കിങ് ഓഫ് ദി രാജവെമ്പാല രാജവെമ്പാല. രാജവെമ്പാല രാജവെമ്പാല എന്നാണ്. അപ്പോൾ അത് രാജവെമ്പാല അല്ലത്, അത് അദ്ദേഹം സാഹിത്യത്തിലെ അല്ല, സർപ്പം എന്ന് പോലും പറയാൻ പറ്റില്ല. പക്ഷെ ഒരർത്ഥത്തിൽ വേണേൽ പറയാം. കാരണം നമ്മളെ ചുറ്റിപ്പിടിച്ച് ഞെരിച്ച് നമ്മളെ ഇരുത്തുന്ന കഥകൾ എഴുതിയ ആളെന്നുള്ള രീതിയിൽ നമുക്ക് മനോഹരമായ കാഴ്ച ഒരു ആത്മകഥയായിട്ട് എനിക്കിത് പാഠപുസ്തകത്തിലൊന്ന് പഠിപ്പിക്കാൻ വരികയും അധ്യാപകരുടെ BEd ക്ലാസ്സിൽ ഈ ഇതൊന്ന് ഉൾപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അധ്യാപകരാണ് നമ്മളെയൊക്കെ കണ്ടെടുത്തതൊക്കെ. നമ്മൾ പ്രൊനൗൺസിയേഷൻ പഠിച്ചത്, ഇംഗ്ലീഷ് പഠിച്ചത്, മുണ്ടുടുക്കാൻ പഠിച്ചത്, സാരി ഉടുക്കുന്ന അതൊക്കെ പഠിച്ചതൊക്കെ ഈ ടീച്ചർമാരുടെ ഒക്കെ പ്രോഡക്ട്സാണ്. അവർ സമ്മാനിച്ച ജീവിതങ്ങളിൽ എന്താ പറയുക, അവർ മോൾഡ് ചെയ്തെടുത്ത ആൾക്കാരാണ് നമ്മളെല്ലാം. അപ്പോൾ അത് എന്തായാലും കഥാരൂപത്തിൽ ഏറ്റവും ഈ ഞായറാഴ്ച വന്നത് എടുത്ത് വായിച്ചത് വളരെ നന്നായി. കാരണം സൺഡേ സപ്ലിമെൻ്റൊക്കെ അധികം പേരും ഈ അതിൽ ജാതകം ഉത്രട്ടാതി തിരുവോണത്തിൻ്റെയൊക്കെ ഫലം വായിച്ചിട്ട് മാറ്റുന്നതാണ്. അല്ലാതെ ഇതൊന്നും വായിക്കാൻ മെനക്കെടില്ല, കാരണം ഇത്തിരി നീളമുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട്. അതുപോലെ 2 പെൺകുട്ടികൾ കപ്പൽ യാത്ര ചെയ്തിട്ട് ലോകം ചുറ്റി കടലിൽ കൂടെ വന്നതും ഈ സൺഡേ സപ്ലിമെൻറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അതും പെൺകുട്ടികൾ പോലും അതെടുത്ത് വായിച്ചിട്ടുണ്ടാവില്ല, കാരണം വായിച്ച് ദീർഘനേരം ഈ പത്രങ്ങളിൽ വായിച്ചിരിക്കാൻ പിള്ളേർക്ക് സമയമില്ല. അതേസമയത്ത് അവർ ഡിജിറ്റൽ സ്ക്രീൻ ആണെങ്കിൽ അവർ വിരലോടിച്ച് പോകും. ഈ 2 പെൺകുട്ടികളുടെ ഇതുപോലെ അത് വളരെ നന്നായി, ഉചിതമായി, ഒരു സാഹിത്യമായിട്ട് ബന്ധം ഉള്ള ഒരു നമ്മുടെ ഇന്നത്തെ ദിവസം അത് വായിച്ചത് വളരെ നന്നായി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. അതേപോലെ രണ്ടാമത്തെ കഥ ഇതിൽ അത് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഒരു നൈമിഷികതയാണ്. എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ പോലും നമുക്കറിയാം, ചില വലിയ ഈ പ്രണയം പോലെ ഭാര്യയും ഭർത്താവും ഒക്കെ ജീവിച്ചവരും ഒക്കെ വളരെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ 15 ദിവസം തികയുന്നതിന് മുന്നേ തന്നെ വേറെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പരദൂഷണം പറയല്ല, എൻ്റെ ഒരു അടുത്ത് തന്നെ ഒരാളുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹവും ഭാര്യയും വളരെ പ്രണയബദ്ധരാണ്. അവരുടെ കുട്ടി എൻ്റെ മകളുടെ കൂടെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ കാറിൽ കൊണ്ടുപോയിരുന്നു, LKG UKG കാലഘട്ടത്തിൽ. അപ്പോൾ ഇവർ ഭയങ്കര പ്രണയമാണ്. പക്ഷേ ഇദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഭാര്യ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അടുത്ത മുറിയിൽ കിടന്നിരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവുമായിട്ട് പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അവരും മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പരസ്പരം താങ്ങാവാനും തണലാവാനും ഒക്കെ കുട്ടികളെ നോക്കാൻ ആൾ വേണ്ടേന്ന് പറഞ്ഞ പോലെ ഈ പാലക്കാട്ടുകാരി കല്യാണം കഴിക്കുകയും അദ്ദേഹത്തിനെ കല്യാണം കഴിക്കുകയും അദ്ദേഹത്തിനൊപ്പം കോയമ്പത്തൂർ താമസിക്കുകയും ചെയ്തു. ഈ അടുത്ത് ഒരു കല്യാണ റിസപ്ഷൻ അവർ വന്നപ്പോഴാണ് ഞാൻ കണ്ട അന്തം വിട്ടുപോയത്. കാരണം സുരേഷ് ഏട്ടാ എന്ന് വിളിച്ചാൽ തേൻ ഒറ്റിയിരുന്ന പേര് പറഞ്ഞു പോയി അല്ലേ. അപ്പോൾ അങ്ങനെ അത് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അത് നമ്മൾ വിചാരിക്കുന്ന വലിയ ദൃഢബന്ധമാണെന്നൊന്നും കരുതേണ്ട കാര്യമില്ല. അതിൽ തന്നെ ഈ മൂത്ത മകള്, പണ്ടത്തെ ചേച്ചിമാരെല്ലാം ചേച്ചി അമ്മമാരായിരുന്നു അല്ലേ. ഞങ്ങൾ 8 മക്കളുള്ള ഒരു വീട്ടിലെ 8ാമത്തെ പുത്രനാണ് ഞാൻ. എന്നെയൊക്കെ എടുത്ത് പരിചരിച്ച് വളർത്തിയതൊക്കെ എൻ്റെ 2 ചേച്ചിമാരായിരുന്നു. അന്നൊക്കെ ചേച്ചിമാർ അമ്മമാരുടെ സ്ഥാനത്ത് തന്നെ എല്ലാം ചെയ്യുകയും എല്ലാം അതൊക്കെ കണ്ടു പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വലിയ ചുമതലാബോധവും അതേപോലെ തന്നെ ഇവരൊക്കെ ഏത് വീട്ടിൽ പോയാലും അവിടുത്തെ നല്ല മരുമകളായിട്ട് മാറാനും ഒക്കെ അവർക്ക് സഹായിക്കുക. എൻ്റെ ഭാര്യയും 8 മക്കളുള്ള ഒരു വീട്ടിലെ 7ാമത്തെ പെൺകുട്ടിയാണ്. വീട്ടുകാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ സന്തോഷിക്കും. കാരണം ഈ വലിയ ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് എല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. അതിഥികളെ സ്വീകരിക്കുന്നത്, മക്കളെ നോക്കുന്നത്, വീട്ടുകാര്യങ്ങൾ നോക്കുന്നത്, വീട് വൃത്തിയാക്കി വെക്കൽ, എല്ലാം ഒരു പരിഭ്രമവും ഇല്ലാതെ എല്ലാം ചെയ്യും. അതായത് ഇപ്പോഴത്തെ പെൺപിള്ളേരില്ലേ, ഈ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ച പെൺപിള്ളേർ. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗാർഡിയൻ പബ്ലിക് സ്കൂളിലെ ഒരു അധ്യാപിക ഇപ്പോൾ വിവാഹമോചനത്തിൻ്റെ വക്കില. കാരണം ചോദിച്ചോ, ഭർത്താവിന് ചപ്പാത്തി ഇഷ്ടമാണ്. ഇവർക്ക് ചപ്പാത്തി മാവ് കുഴച്ചാൽ വിരൽ വേദനിക്കുമെന്ന്. ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനത് കുഴക്കില്ല, കുഴച്ചാൽ വിരൽ വേദനിക്കുമെന്ന്. അങ്ങനെ ഉള്ള പെൺകുട്ടികളൊക്കെയാണ്. അപ്പോൾ ഈ കഥയും വളരെ ഒരു നല്ല കഥയായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ 3ാമത്തെ കഥ ഈ ഫൈറ്റർ ലേഡീസിൻ്റെ കഥ. നമുക്കറിയാം അതുപോലെ സ്നേഹലത മാഡം ഒരു MTയുടെ ഒരു നോവലുണ്ട്, ദയ എന്ന പെൺകുട്ടി എന്നും പറഞ്ഞിട്ട്. അത് 1001 രാവുകളിൽ നിന്ന് MT എടുത്തിട്ട് തിരക്കഥ എഴുതിയിട്ട് വേണു എന്ന് പറഞ്ഞ ഛായാഗ്രഹം ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയാണ്. മഞ്ജു വാര്യർ ഒരു പെൺകുട്ടിയെ അതിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം എന്ന് പറഞ്ഞാൽ
വളരെ 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 ഈ സ്ത്രീ ശാക്തീകരണത്തിന് നമുക്ക് ഉദാഹരണമാക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ നമുക്കറിയാം നമുക്ക് സുഭദ്ര തേര് കളിച്ചില്ലേ, വിക്ടോറിയ രാജ്യം ഭരിച്ചില്ലേ, ഇന്ദിരാഗാന്ധി ഭരിച്ചില്ലേ, ഝാൻസി റാണി എന്നൊക്കെ. പക്ഷെ അതേപോലെ ഞാൻ കണക്കാക്കുന്ന ഒരു വനിതയുണ്ട്, നമ്മുടെ മേരി റോയ്. അതായത് ക്രിസ്ത്യൻ സ്വത്തവകാശത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ ക്രിസ്ത്യൻ സ്വത്തവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മേരി റോയ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവർ നടത്തിയ ഒരു ഭയങ്കരമല്ല, അതിഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ്, പിന്നെ അവർ സ്ഥാപിച്ച സ്കൂള്, ഇതൊക്കെ നമ്മൾ ഈ പാഠപുസ്തകത്തിൽ വരേണ്ടതാണ്. ഈ മേരി റോയുടെ ആ ഒരു ഫൈറ്റും പള്ളിക്കൂടം. അതെ, അവര് പള്ളിക്കൂടം സ്ഥാപിച്ചതും വിദ്യാഭ്യാസം കൊണ്ടും സ്വത്തവകാശം കൊണ്ടും ഈ സ്ത്രീകൾ, ക്രിസ്ത്യൻ സഭ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സഭയാണ്, ആഗോളതലത്തിൽ പരന്നു കിടക്കുന്നതാണെങ്കിൽ പോലും ഇതുപോലൊരു വനിത കേരളത്തിൽ നിന്ന് ഇറങ്ങി സമരം ചെയ്തിട്ടാണ് നമ്മുടെ ഈ രാജ്യത്ത് സ്വത്തവകാശം നേടിയെടുക്കാനായിട്ട്. അതുപോലെ വനിതകൾ ഗംഭീരമായിട്ട് ഈ സാമൂഹ്യ രംഗത്ത്. പക്ഷെ ഇപ്പോൾ നേരത്തെ ജോഷ് സാറ് പറഞ്ഞ പോലെ ഈ കലികാലത്തിൻ്റെ ഒരുപാട് ദൂഷ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കലികാല വൈഭവം എന്നൊക്കെ പറയാവുന്നത് വലിയ ആക്ടിവിസ്റ്റുകളുടെ ഒരു കാലമാണിത്. അപ്പോൾ പുരുഷന്മാരൊക്കെ നാവടക്കി മര്യാദക്കൊക്കെ ഇരുന്നോണം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കപ്പെടും, അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്നുള്ള ഇതിൽ ഒരു വലിയ ഇവിടെ പാലക്കാട്ടെ മോയൻ ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന രണ്ടാമത്തെ സ്കൂളാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ വളരെ സങ്കടപ്പെട്ട് എന്നെ വിളിച്ചിട്ട്, കാരണം ഞാൻ അവിടുത്തെ ഈ ഹയർ സെക്കൻഡറി പിള്ളേർക്ക് ഈ പരീക്ഷയെ ഫേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ വിളിക്കപ്പെടാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത്, ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആൺകുട്ടികളെ പോലെ മുടിയൊക്കെ വെട്ടിയാണ് വന്ന്. അപ്പോൾ ഇത് ലോക വനിതാ ദിനത്തിൻ്റെ അന്ന് അവർ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് സ്കൂളിൽ വന്നു. മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഇവർ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയപ്പോൾ പ്രിൻസിപ്പൽ പേടിച്ചു പറഞ്ഞു, ടീച്ചറെ ഈ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ഇങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ മുണ്ടഴിച്ചിട്ട് കൊള്ളാം എന്നും പറഞ്ഞ് കയറുകയും അത് പത്രങ്ങളെല്ലാം കൂടെ ഏറ്റെടുത്തിട്ട് ഈ സ്ത്രീ മുണ്ടെടുത്താൽ എന്താണ് പ്രശ്നം, സ്ത്രീയുടെ കണങ്കാൽ കാണുന്നവർക്കാണ് പ്രശ്നം, ഈ കണങ്കാൽ കാണിക്കേണ്ടത് എൻ്റെ ഒരു അവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സംഭവമാക്കി. ഇത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവമാക്കി. നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് പോയി. അപ്പോൾ കഥയിൽ പറഞ്ഞ ഈ വോട്ടവകാശത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തത് പോലെ അല്ലാതെ ഈ മുണ്ട് മടക്കി കുത്തി തെങ്ങി കയറാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്ന വനിതകളുള്ള കാലമാണിത്. ഞാനത് പറഞ്ഞതിൻ്റെ ഒരു അലിഗറിയായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും 3 വ്യത്യസ്തമായ കഥകൾ. അതിൽ ഒരു ഇംഗ്ലീഷ് കഥ, മറ്റേതൊരു ചേച്ചിയമ്മയുടെ കഥ, മറ്റേ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ആത്മകഥയുടെ ഭാഗം. നന്നായിരുന്നു. ടീച്ചർ ആണോ എന്നറിയില്ല, സ്നേഹലത മാം നന്നായി വായിക്കുന്ന ആളാണ്. നല്ല ആ പ്രസൻറ്റേഷനിലെ വായനയുടെ ഒരു മോഡുലേഷനൊക്കെ വളരെ നന്നായി. അപ്പോൾ ഇനി അടുത്ത ഇതേപോലെയുള്ള പുതുമയുള്ള കഥകൾ വരട്ടെ, കാത്തിരിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ പറയാനുള്ളത്? ഗോപകുമാർ സാറുണ്ട്, ജോർജ് സാർ. ഇപ്പൊ പറഞ്ഞതിന് ബദലായിട്ട് എനിക്ക് പറയാനുള്ള, ഞായറാഴ്ച ദിവസം ബാംഗ്ലൂർക്ക് ടിക്കറ്റ് എടുത്ത് ട്രെയിനിനകത്തോണ്ട് കയറണം. അപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ആൺപിള്ളേരും പെൺപിള്ളേരും വ്യത്യാസം അറിയാൻ പറ്റും, വ്യക്തമായിട്ട് അറിയാം. പിന്നെ ആദ്യത്തെ കഥ എന്ന് പറഞ്ഞാൽ ഒരവസരം കിട്ടി, കഥ എഴുതാൻ ഒരു അവസരം കിട്ടി. ആ അവസരത്തിൽ കുതിര മാറിയിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഒരു എഴുത്തുകാരനാകില്ലായിരുന്നു. അതിനുള്ള അവസരം കുതിര മാറാതെ അവിടെ ചെന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആ അവസരം കിട്ടിയത്. അത് നല്ലൊരു വഴി തന്നെ. ഒരു നല്ല അവതാരം, മറ്റു കഥകളൊക്കെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല, നല്ല അവതരണമായിരുന്നു, അവരുടെ ശൈലി അല്ലായിരുന്നു, നന്നായിരുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അഗെയിൻ ജോർജ് സർ. താങ്ക് യു സർ. ഹായ് സ്നേഹലത മാം, കൺഗ്രാജുലേഷൻ. ഇതൊരു ഒളിപ്പിച്ചു വെച്ചിരുന്നു ഇത്ര നാളായിട്ട്. ഇതെന്ത് എല്ലാ ചൊവ്വാഴ്ചകളും നമ്മുടെ ഈ വേദി ഉണ്ടായിരുന്നു, പക്ഷെ കഥയുമായിട്ട് കഥാകാരി വന്നില്ല, മടിച്ചിരുന്നു എന്ന് തോന്നിപ്പോന്നു. വളരെ വിജ്ഞാനപ്രദമായിരുന്നു, ചിന്തനീയമായിരുന്നു, നല്ല കഥകൾ. ഇനിയും വരാൻ മടിക്കണ്ട കേട്ടോ, ഞങ്ങൾ കാത്തിരിക്കും. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. സ്നേഹലത മാം ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്നതാ. അതെ, തീർച്ചയായിട്ടും കയറി. ഒരു ഗ്യാപ്പ് കൂടിപ്പോയെന്നൊരു സംശയം. ഇല്ല, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഉണ്ടായിരുന്നു. അതെയോ? അപ്പൊ ഞാനുണ്ടായില്ല. സാറുണ്ടായിരുന്നില്ല. അപ്പൊ ഓക്കെ, താങ്ക് യു. ഞാൻ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട സർജറി കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച. ദെൻ റോയ് സർ. റോയ് സർ തിരക്കിലാണോ? ശ്രീകുമാരി മാം ആരെങ്കിലും ഉണ്ടാവും? യെസ്. അപ്പം സ്നേഹലത മാം, വളരെ സന്തോഷം.
വളരെ അർത്ഥപൂർണമായ കഥകൾക്ക് ഒത്തിരി നല്ല കഥകൾ ഞാൻ മുഴുവനും കേട്ടില്ല. നല്ല കഥയായിരുന്നു, നല്ല അവതരണം. 2 കഥകൾ കേട്ടു. നല്ല കഥ. താങ്ക് യു സർ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ കഥകളിലുള്ള മൂല്യങ്ങൾ അത് നമ്മളെ വളരെ കുട്ടിക്കാലത്തേക്ക് അല്ലേ, നമ്മൾ യുവജനോത്സവത്തിൻ്റെ കാര്യം കേട്ടു. യുവജനോത്സവം, പണ്ടത്തെ കാലത്ത് നാടോടി നൃത്തം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ പറയുന്ന രീതിയിൽ അന്നത്തെ ആ ചലനങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഓർക്കാൻ സാധിച്ചു. പിന്നെ ബാക്കി 2 കഥകളിലുള്ള സാഹചര്യങ്ങളെല്ലാം അപ്പോൾ വളരെ ക്രിയാത്മകമായ ചില ചിന്തകളെ ഉണർത്താനും നമ്മുടെ കാലത്തിന് മുൻപ് ശബ്ദമുയർത്തി പലതും നേടിയെടുത്ത ആളുകളെ ഓർക്കാനും ഒക്കെ വലിയൊരു അനുഭവമായി. അതുപോലെ തന്നെ ശുദ്ധോറൻ ഡോക്ടർ പറഞ്ഞ പോലെ MTയുടെ ഒക്കെ സ്ഥാനത്തിരിക്കാൻ പറ്റുന്ന ആളുകളെ ശരിക്കും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അവരുടെ ആ അവരുടെ കലാമൂല്യം അല്ലെങ്കിൽ അവരുടെ ആ കണ്ടന്റുകളെയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിക്കുന്നു. അപ്പോൾ എനിവേ സ്നേഹലത മാം, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു മാം. വളരെ കുറച്ച് കേട്ടോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നന്നായിരുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ദിവസം നമുക്ക് മെഡിറ്റേഷൻ്റെ ദിവസമാണ്. നമ്മുടെ സെൽഫ് അവയർനെസ്സിൻ്റെ തലത്തിലൂടെ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കൂടെ പോകാം. സോ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നന്ദി.